ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ഏറ്റുമാനൂർ നേതാജി നഗറിൽ നിർമ്മിക്കുന്ന 22 ദശലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ശുദ്ധീകരണ പ്ലാന്റിന് കല്ലിട്ടു. കിഫ്ബി വഴി 93.225 കോടി രൂപ ചെലവിട്ടാണ് കുടിവെള്ള പദ്ധതി ഒരുങ്ങുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടുകൂടി ഏറ്റുമാനൂർ നഗരസഭയിലെയും അതിരമ്പുഴ, മാഞ്ഞൂർ, കാണക്കാരി പഞ്ചായത്തുകളിലെയും കുടിവെള്ളക്ഷാമം പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. നഗരസഭാ കൗൺസിലർമാരായ ES ബിജു, MK സോമൻ, ഡോക്ടർ S ബീന, CPM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് V. ജയപ്രകാശ്, ഏരിയ കമ്മിറ്റി അംഗം രതീഷ് രത്നാകരൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദിലീപ് ഗോപാൽ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാം കെ ജോഷുവ, അസിസ്റ്റന്റ് എഞ്ചിനീയർ സൂര്യ ശശിധരൻ എന്നിവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. പൂവത്തുംമൂട്ടിലെ നിലവിലുള്ള 9 മീറ്റർ വ്യാസമുള്ള കിണറിൽ നിന്നും വിവിധ മേഖലകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതാണ് പദ്ധതി. പൂവത്തുംമൂട്ടിലെ പമ്പ് ഹൗസിൽ നിന്നും നേതാജി നഗറിൽ നിർമ്മിക്കുന്ന വലിയ ശുദ്ധീകരണ പ്ലാന്റിലേക്ക് ആദ്യം വെള്ളം എത്തും. ഇതോടനുബന്ധിച്ച് 16 ലക്ഷം ലിറ്റർ ഓവർഹെഡ് ടാങ്കും 20 ലക്ഷം ലിറ്റർ ഭൂതല സംഭരണിയും നിർമ്മിക്കും. തുടർന്ന് കുടിവെള്ളം കച്ചേരിക്കുന്ന് നിർമ്മിക്കുന്ന 10 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ജലസംഭരണിയിലെത്തും. ഇവിടെ നിന്നും കട്ടച്ചിറയിലേക്കും വിതരണം തുടരും. കട്ടച്ചിറയിലെ നിലവിലുള്ള സംഭരണി പൊളിച്ച് 6 ലക്ഷം ലിറ്റർ ശേഷിയുള്ള ഉന്നതതല സംഭരണി നിർമ്മിക്കും. ശുദ്ധീകരണ കേന്ദ്രത്തിൽ നിന്നും ടാങ്കുകളിലേക്ക് 13 കിലോമീറ്റർ ദൈർഘ്യമുള്ള ട്രാൻസ്മിഷൻ മെയിൻ പൈപ്പ് ലൈനുകളും ടാങ്കുകളിൽ നിന്നും 43 കിലോമീറ്റർ ദൈർഘ്യമുള്ള വിതരണ ശൃംഖലയും പൂർത്തീകരിക്കും. പദ്ധതി ജനുവരിയിൽ പൂർത്തിയാകും.